ആദ്യം തന്നെ പോകുന്നത് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ആ പരിശ്രമങ്ങൾ ഇപ്പോൾ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ യമനിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം ഈ വധശിക്ഷ നടപ്പാക്കാൻ ബാക്കിയുള്ളൂ എന്നതാണ് സാഹചര്യം. അപ്പോൾ നമുക്ക് വിശദമായി നോക്കാം. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഒന്നായി പരിശ്രമിച്ച നാട് ബുധനാഴ്ച വധശിക്ഷ നടപ്പാക്കാനിരിക്കെ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. നിമിഷയുടെ അമ്മ യമൻ സർക്കാരിനും കത്തയച്ചിട്ടുണ്ട്. അതേസമയം നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. MG മിഥുനാണ് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. മിഥുൻ, ഇപ്പോഴും പ്രതീക്ഷ ബാക്കി വെക്കുകയാണ്. അത് പ്രകാരമുള്ള വലിയ രീതിയിലുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. ഇന്ന് സുപ്രീം കോടതിക്ക് മുന്നിലേക്ക് ഒരു ഹർജി കൂടി വരുന്നുണ്ട്. എങ്ങനെയാണ് സാഹചര്യം? ആര്യ, നിർണായക മണിക്കൂറുകളാണ് ഇനി അങ്ങോട്ടുള്ളത് നിമിഷപ്രിയയെ സംബന്ധിച്ചുള്ളത്. നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അടിയന്തര ഇടപെടലാണ് ഈ ഒരു ഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ മാത്രമേ അതിനൊരു വഴി തെളിയൂ എന്നുള്ള നിലപാടിൽ തന്നെയാണ് ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ളവരുള്ളത്. അത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി ഇവർ നൽകുകയും ചെയ്യുന്നത്. ആ ഹർജി ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. സുപ്രീം കോടതി ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും, ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ നിലപാടെന്ന് സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്യും. ആ നിലപാട് എന്തായിരിക്കുമെന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ കത്തെഴുതി പ്രധാനമന്ത്രിയെയും ഒപ്പം തന്നെ വിദേശകാര്യമന്ത്രിയെയും ഒക്കെ പലതവണ ഇതുമായി ബന്ധപ്പെട്ട ഒരു അടിയന്തര ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തഴിച്ച ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ നിമിഷപ്രിയയുടെ അമ്മയും യമൻ ഭരണകൂടത്തിനും ഇതേ സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കത്തെഴുതിയ സാഹചര്യമുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നിർണായക മണിക്കൂറുകൾ തന്നെയാണ്. എങ്ങനെയാണ് ഈ മോചനം സാധ്യമാവുക എന്നുള്ളതാണ്. അവർ ആവശ്യപ്പെട്ടിട്ടുള്ള ഈ ദിയാധനം അത് $10 ലക്ഷം. അതായത് ഇന്ത്യൻ മണി എന്ന് പറയുന്നത് 8.63 കോടി രൂപയോളം വരും. ആ രൂപ നൽകാൻ തയ്യാറാണ് എന്ന് നിമിഷപ്രിയയുടെ കുടുംബം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായത്. പക്ഷേ അക്കാര്യത്തിൽ ഈ ബ്ലഡ് മണി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഈ കൊല്ലപ്പെട്ട യമന്റെ പൗരന്റെ കുടുംബം അറിയിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ നിമിഷപ്രിയയുടെ കുടുംബവും ഒപ്പം തന്നെ ഈ യമൻ പൗരൻ്റെ കുടുംബവുമായൊക്കെ കൂടിയാലോചനകൾ നടത്തുന്നുണ്ട്, തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആക്ഷൻ കൗൺസിലിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ വ്യാപകമായ രീതിയിൽ ഇവരുടെ മോചനത്തിനായുള്ള ശ്രമം തുടരുകയാണ് എന്നുള്ളതാണ്. അതിനിടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അടക്കം ഇത്തരത്തിൽ യമനിലെ ആത്മീയ നേതാവുമായി സംസാരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ മോചനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയും ഒപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ സഹോദരനുമായും ഇദ്ദേഹം സംസാരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു ആവശ്യത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കണം, ഒരു അനുകൂല നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അത്തരത്തിൽ നാട്ടിലെ നാനാകോണിൽ നിന്നുള്ള ആളുകളൊക്കെ രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇതിനു മുമ്പ് അബ്ദുറഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് നാട് കൈകോർത്താണ്. അന്ന് ദിയാധനം ആവശ്യപ്പെട്ട ആ തുക സമാഹരിക്കുന്നതിന് വേണ്ടി നാടൊന്നാകെ കൈകോർത്ത് അത് നൽകുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ മോചനം സാധ്യമാവുകയും ചെയ്തതാണ്. പക്ഷേ ഇവിടെ സാഹചര്യം മറ്റൊന്നാണ്. കാരണം യമൻ കോടതി നിർദ്ദേശിച്ചു ഇത്തരത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇതുമായി ബന്ധപ്പെട്ട നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് ഉത്തരവിടുന്നു. അത് മറ്റന്നാളാണ് നടക്കാൻ പോകുന്നത്. അത് ജയിൽ അധികൃതർക്ക് കൈമാറുകയും ചെയ്തു. ഇതിനും മുമ്പും സമാനമായ രീതിയിലേക്ക് സാഹചര്യങ്ങളൊക്കെ പോയപ്പോഴൊക്കെ ഇത്രയും സങ്കീർണമായ രീതിയിലേക്ക് വന്നിട്ടില്ലായിരുന്നു. അതൊക്കെ പിന്നീട് നീട്ടിവെക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമം പിന്നീട് ഫലം കാണുന്നതാണ് നമ്മൾ കാണുകയും ചെയ്തത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ യമൻ ഭരണകൂടം കൂടുതൽ കടുപ്പിക്കുന്നതായിട്ടാണ്. 16-ന് തന്നെ വധശിക്ഷ നടപ്പാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അത്തരത്തിൽ അത് സംബന്ധിച്ചുള്ള നിർണായക ഉത്തരവും അവരുടെ ഭാഗത്ത് നിന്ന് യമനിലെ നിയമപ്രകാരം ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബം ക്ഷമിക്കണം എന്നുള്ളതാണ്. ക്ഷമിക്കണം, മാപ്പ് നൽകണം, ഈ ദിയാധനം സ്വീകരിച്ചാൽ മാത്രമേ ഈ മോചനം സാധ്യമാവുകയുള്ളൂ എന്നതാണ് സാഹചര്യം. പക്ഷേ ഇവിടെ ഈ കുടുംബം ദിയാധനം സ്വീകരിക്കാൻ തുടക്കം മുതൽ തന്നെ വിസമ്മതം അറിയിച്ചതാണ് ഈ പ്രതിസന്ധി ഇങ്ങനെ നീണ്ടുപോകാനും ഒരു മോചനം സാധ്യമാക്കാൻ സാധിക്കാതെ പോയതും എന്നതല്ലേ സാഹചര്യം. എന്നാലും 2018 മുതൽ ഒരുപാട് മനുഷ്യ സ്നേഹികളടക്കം രംഗത്തുള്ള ഒരു വിഷയമാണ്. പ്രവർത്തനങ്ങൾ, പരിശ്രമങ്ങളൊക്കെ നടത്തുന്ന ഒരു സാഹചര്യമാണ്. ഈ ആക്ഷൻ കൗൺസിൽ ഏറ്റവും ഒടുവിലായി പറയുന്ന കാര്യം എന്താണ്? ഇപ്പോഴും അവർ എത്രത്തോളം പ്രതീക്ഷ മോചനം സാധ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നിൽ വയ്ക്കുന്നുണ്ട്?
അറിയാം, അവസാന നിമിഷത്തിലും അവസാന മണിക്കൂറുകളിലും ഒക്കെ തന്നെ അവർ ശുഭപ്രതീക്ഷയോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഈ കുടുംബം, കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം ഈ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കും, ഈ ദിയാദനം സ്വീകരിക്കാൻ തയ്യാറാകും, ഒപ്പം തന്നെ വധശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുമെന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ അന്തിമഘട്ടത്തിലാണ് ഈ ചർച്ചകൾ എന്നുള്ളതാണ്. പക്ഷേ അവർ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യയിൽ നിന്ന് കുറച്ചുകൂടി ഇടപെടൽ വേണം, ഒരു സുതാര്യമായ ഇടപെടൽ വേണം, കാര്യക്ഷമമായ ഇടപെടൽ വേണം. എങ്കിൽ മാത്രമേ യമൻ ഭരണകൂടത്തോട് ഇത്തരത്തിലൊരു ആവശ്യം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് കുറച്ചുകൂടി അനുകൂലമായി മാറാൻ സാധിക്കും. കാരണം ഈ കുടുംബവുമായി യമൻ ഭരണകൂടത്തിന് സംസാരിക്കാൻ സാധിക്കും. ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അഭ്യർത്ഥന നടത്താൻ യമൻ ഭരണകൂടത്തിന് സാധിക്കും. പക്ഷേ അവർ അതിന് തയ്യാറാകണമെങ്കിൽ ഇന്ത്യയുടെ നിലപാടാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും, അല്ലെങ്കിൽ ഈ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സമയത്തിൽ ആ നടപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഒരു ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യമാണ് ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് സുപ്രീം കോടതിയിൽ അടിയന്തര ഹർജി നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്നത് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. സുപ്രീം കോടതി അത് അടിയന്തരമായി പരിഗണിക്കുകയും ചെയ്യും. ആ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഇതിൽ നിലപാട് വ്യക്തമാക്കും. എന്താണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്? ഒപ്പം തന്നെ മറ്റൊരു സാഹചര്യം, കേരള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. പലതവണ പ്രധാനമന്ത്രിക്ക് ഉൾപ്പെടെ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഈ ജയിലിലായതിനു ശേഷം നിമിഷപ്രിയയുടെ കൂടി ഒരു അഭ്യർത്ഥന വരുന്നു. എൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഇടപെടൽ ഉണ്ടാകണം, അതിന് വേണ്ടി കനിയണം, കേന്ദ്ര സർക്കാർ കനിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കൗൺസിൽ, അതായത് മനുഷ്യാവകാശ പ്രതിനിധി ഇത്തരത്തിൽ നിമിഷപ്രിയയുടെ വാക്കുകൾ അത് പുറംലോകത്ത് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പക്ഷേ ഒരു അനുകൂല നിലപാട് അല്ലെങ്കിൽ ഒരു അടിയന്തര ഇടപെടൽ നടത്താൻ തയ്യാറാകുമെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇതിനോടകം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഈ മോചനവുമായി ബന്ധപ്പെട്ട് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇന്നുണ്ടാവും. എന്തായാലും നിലവിൽ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത്. മറ്റൊന്ന്, യമൻ പൗരന്റെ കുടുംബവുമായി നടത്തുന്ന ചർച്ച, അത് ഒരു പോസിറ്റീവായാൽ മറ്റന്നാൾ നടക്കാൻ പോകുന്ന വധശിക്ഷ അത് റദ്ദാക്കുകയും ചെയ്യും. അങ്ങനെ നിമിഷപ്രിയയുടെ മോചനത്തിലേക്ക് അത് വഴിതെളിയുകയും ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്നുള്ള ശുഭപ്രതീക്ഷയിലോട് തന്നെയാണ് എല്ലാവരും ഉള്ളത്. നാടൊന്നാകെ ഇതിനുവേണ്ടി കൈകോർത്തിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ദിയാദനം 8.5 കോടിയോളം രൂപയോളം വരും. ആ രൂപ നൽകാൻ തയ്യാറാണെന്ന് നേരത്തെ തന്നെ കുടുംബം അറിയിച്ചതാണ്. അത് നൽകാൻ മറ്റ് സന്നദ്ധരായിട്ടുള്ള പ്രവർത്തകരും ഒപ്പം തന്നെ നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ അതിനുവേണ്ടി ഒപ്പം ചേരുകയും ചെയ്തിട്ടുള്ളൊരു പശ്ചാത്തലമുണ്ട്. അതൊക്കെ നിലനിൽക്കുകയാണ്. ഏവരും പ്രാർത്ഥനയോടെ കഴിയുകയാണ്. എന്തായാലും ഈ മോചനം സാധ്യമാകുമെന്ന് തന്നെയാണ് ഈ അവസാന നിമിഷങ്ങളിലും അവർ ഉറച്ചു വിശ്വസിക്കുന്നത്. ആര്യ, തീർച്ചയായും നെഞ്ചിടിപ്പേറ്റുന്ന മണിക്കൂറുകളാണ് അവശേഷിക്കുന്നത്. MG മിഥുനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഒരു അടിയന്തര ഇടപെടൽ ഈ ഘട്ടത്തിൽ വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹർജി അടക്കം സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളതും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചതും. പക്ഷേ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇന്ത്യ പല ഘട്ടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇത്രത്തോളം പരിശ്രമം